കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കങ്ങളിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയെന്ന റിപ്പോർട്ട്. തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തി കളയുമെന്ന വിലയിരുത്തൽ. എത്രയും വേഗം മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. നിഖിൽ പ്രമേഷ് പലപ്പുറത്ത് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ നിഖിൽ, യഥാർത്ഥ ലീഗ് ആസ്ഥാനത്ത് ഇതിനെക്കുറിച്ച് ചർച്ചകൾ എന്തെങ്കിലും നടന്നോ, അതോ സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തതാണോ? വെരി ഗുഡ് മോർണിംഗ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ അനന്തമായി വൈകുന്നതിൽ മുസ്ലിം ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. കാരണം UDF സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ വിജയമാണ് ജനങ്ങൾ നൽകിയത്. വോട്ടർമാർ ഒന്നടങ്കം ഒരു UDF സർക്കാർ ഇവിടെ അധികാരത്തിൽ വരണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്രയും വലിയ വിജയമുണ്ടായിട്ടും ഇത്ര ദിവസം കഴിഞ്ഞിട്ടും, ഫലം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്തത് ഈ വിജയത്തിന്റെ ശോഭ കെടുത്തും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിലയിരുത്തൽ. നമ്മൾ മുതിർന്ന നേതാക്കളുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ ആ അതൃപ്തി പ്രകടമാക്കുന്നുമുണ്ട്. ഇതിനോടകം തന്നെ AICC നിരീക്ഷകരെ അടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതായത് ആളുകൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കും. ഇത്ര വലിയ വിജയം ഞങ്ങൾ നൽകിയിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സർക്കാർ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ UDF മുന്നണിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് പ്രതികൂല വികാരം ഉണ്ടാക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വികാരം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് തീരുമാനമെടുക്കേണ്ട എന്നുള്ളൊരു പരസ്യ വിമർശനം നടത്തിയിരുന്നു. അത് ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ മാത്യു കുഴൽനാടനെതിരെ പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. തികച്ചും അപക്വമായിരുന്നു മാത്യു കുഴൽനാടന്റെ ആ പ്രതികരണം എന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. അതിനെക്കുറിച്ച് പരസ്യമായി നേതാക്കൾ പ്രതികരിക്കില്ലെങ്കിലും മാത്യു അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു, അതും ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ. എന്തായാലും ഈ ചർച്ചകൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ ലീഗ് കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലീഗിനെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് UDF മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ മന്ത്രിസഭാ കാലത്തും ഇത്തവണയും അത് നിർണായകമാണ്. ഞായറാഴ്ച മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഘടകകക്ഷികൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള അറിയിപ്പ്. അതുണ്ടായില്ലെങ്കിൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിലുള്ള തങ്ങളുടെ അതൃപ്തിയും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.